ഗൾഫ് സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറപ്പെട്ടു. നാളെ രാവിലെ ബഹ്റിനിലെത്തുന്ന മുഖ്യമന്ത്രി വെള്ളിയാഴ്ച നടക്കുന്ന പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ ഗൾഫ് രാജ്യങ്ങളിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തും. പ്രവാസികൾക്ക് വേണ്ടി നിരവധി പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി നടത്തുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ സൗദി സന്ദർശനം ഒഴിവാക്കിയിട്ടുണ്ട്. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, എപ്പോഴാണ് മുഖ്യമന്ത്രി യാത്ര തിരിച്ചത്? യാത്ര പല ഘട്ടങ്ങളിലായിട്ടാണ്. സൗദിയിലേക്ക് യാത്രയില്ല, കേന്ദ്രാനുമതി ഇല്ല, അല്ലേ? അരുൺ, തീർച്ചയായിട്ടും കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് 9:00 അദ്ദേഹം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. കഴിഞ്ഞ ഏറെ ദിവസങ്ങളായിട്ട് ഈ സൗദി യാത്രയുമായി ബന്ധപ്പെട്ട അവസാന നിമിഷം വരെ സർക്കാരിന് പ്രതീക്ഷയുണ്ടായിരുന്നു അനുമതി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ. അതിൽ ആശങ്ക വിട്ടൊഴിയാതെ നിന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 5 രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് നിലവിൽ മുഖ്യമന്ത്രിക്ക് സംഘത്തിനും ഇപ്പോൾ നിലവിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. അതിൽ ഒന്ന് ബഹ്റിനാണ്. നാളെ മുഖ്യമന്ത്രി ബഹ്റിനിൽ കേരളീയ സമാജം ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മലയാളി പ്രവാസി സംഘത്തോട് സംവദിക്കുമെന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ യാത്രയിൽ നിലവിൽ അനുമതി ലഭിച്ചിരിക്കുന്നത് മന്ത്രിസഭയിൽ നിന്നും സജി ചെറിയാനും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ടുള്ള സുനീഷിനുമാണ്. അതിന് പുറമെ തന്നെ നാളത്തെ പരിപാടിയിൽ നോർക്കയും അതുപോലെ തന്നെ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള MM യൂസഫലി അടക്കമുള്ളവർ പങ്കെടുക്കുമെന്നുള്ളതാണ്.